ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇപ്പോൾ ബ്ലൗസിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന, സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ്. അപ്പോൾ നമുക്കിത് സ്ലീവ്സിൽ ഫുള്ളായിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നെക്കിൻ്റെ സൈഡിലായിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന, അധികം ചിലവുമില്ല. നമുക്ക് കുറച്ച് 2 ടൈപ്പ് ബീഡ്സ് മാത്രമാണ് നമുക്ക് വാങ്ങിക്കാനുള്ളത്. പിന്നെ സാധാരണ സൂചി കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഈസിയാണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈസി ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ബീഡ്സ്, ഇപ്പോൾ ഇതൊരു പാക്കറ്റിന് 20 രൂപയ്ക്കും 30 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും തോന്നും. അതുപോലെ തന്നെ ഹാഫ് ബീഡ്സ്, ഇതുപോലുള്ള ഹാഫ് ബീഡ്സ്, ഇതാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ സാധാരണ നീഡിൽ തന്നെ ഞാൻ ഇതുപോലെ ഗ്രീൻ കളറിലെ ത്രെഡിൽ തന്നെ കൊരുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് കളറിൽ വേണമെങ്കിലും, ഗോൾഡൻ കളറായതുകൊണ്ട് ഏത് ബ്ലൗസിനും ഇത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് കുറച്ച് പാർട്ടി വെയർ പോലെ ഡ്രസ്സിനൊക്കെ ഓൾ ഓവർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇത് സ്ലീവിൽ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സൂചി ഇതുപോലെ നമുക്ക് ആദ്യം തന്നെ എവിടെയൊക്കെ വേണം എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു ഹാഫ് ബീഡ്സ് കൊടുക്കുക ചെയ്യുന്നത്. ഹാഫ് ബീഡ്സിന് ഒരെണ്ണം കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ചൊന്നും പോകാതിരിക്കാൻ നമുക്കിതുപോലെ 1-2 പ്രാവശ്യവും കൂടി ഇതുപോലെ ഹോളിൽ കൂടെ തന്നെ കയറ്റിയെടുക്കുമ്പോഴത്തേക്ക് ലോക്കായിരിക്കും നന്നായിട്ട്. അപ്പോൾ കഴുകുമ്പോഴും ഒന്നും ഇളകി പോകത്തില്ല. അപ്പോൾ ഒന്നും കൂടി ഇതുപോലെ എടുത്ത് ഒന്നും കൂടി കുത്തും. ഇനി നമ്മൾ ഇതിന് ചുറ്റുമായിട്ട് ചെറിയ ബീഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് ചെറിയ ബീഡ്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കൊരുത്തെടുക്കാനുള്ളൊരു സിമ്പിൾ എന്നിട്ട് നമ്മൾ ഏതിലേലും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറേ ഇതിനകത്ത് ഇങ്ങ് കയറും. കുറച്ച് ഇതായി വരുമ്പോൾ നമുക്ക് നോക്കാം ഇത് ഇതിനാവശ്യമുള്ളതായോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത്രയായി. ഇനി ഒരു 2-3 എണ്ണം കൂടി ആയിക്കഴിഞ്ഞാൽ കറക്റ്റാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളിവിടെ തന്നെ താഴ്ത്തി ഇറക്കാം. ഇനി നമുക്ക് ഇതിനിടയ്ക്കൊക്കെയും സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഡ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലെ പെട്ടെന്ന് കളറ് പോകാത്ത ടൈപ്പുള്ള ബീഡ്സ് നോക്കി വാങ്ങണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതും കളറ് പോയിട്ട് പിന്നെ അത് നമ്മൾ ചെയ്ത വർക്കെല്ലാം വേസ്റ്റ് ആകും. അപ്പോൾ നല്ല ടൈപ്പ് ബീഡ്സ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം.
കണ്ടോ ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് സ്ലീവ്സിലും നെക്കിലും ഒക്കെ ചെയ്യാം. പിന്നെ ഇതുപോലെ പാറ്റേൺ ആയിട്ട് കൊടുക്കാം. ഇത് ഫുൾ ഫില്ല് ചെയ്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പിൽ സിമ്പിളായിട്ടുള്ള ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട്.